കശുവണ്ടി മേഖലയിൽ ഇപ്പോൾ ഉള്ള പ്രതിസന്ധി നമുക്കറിയാം. നമ്മളുണ്ടാക്കുന്ന സ്വയാർജിതമായ പ്രതിസന്ധി അല്ല. കശുവണ്ടി വന്നുകൊണ്ടിരുന്നത് തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെയാണ്. അവിടെ ഉള്ളവർ ഇതിൻ്റെ പ്രോസസ്സിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെക്കാളും വില കുറച്ച് ഇവിടെ കൊണ്ട് തള്ളുകയാണ്. പുഴുങ്ങി കട്ട് ചെയ്യുന്ന സാധനം ഉൾപ്പെടെ വരിക. പുഴുങ്ങി കട്ട് ചെയ്യുന്ന കശുവണ്ടിക്ക് ഡ്രം റോസ്റ്റഡിൻ്റെ ടേസ്റ്റും ഇല്ല, ഗുണവും ഇല്ല, കറയൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കയറ്റി അയക്കുമ്പോൾ ഷെൽഫിലിരിക്കുമ്പം ഇത് കുറച്ച് തിന്നുമ്പോൾ അറിയത്തില്ല. ഏതൊക്കെ കൊണ്ടുണ്ടായിട്ടുള്ള നമുക്ക് കുറച്ച് നമ്മുടെ വ്യവസായത്തിന് തന്നെ ഉണ്ട് വലിയ ഭീഷണിയുണ്ട്. പിന്നെ ഇറക്കുമതിയുടെ ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്ന പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും സുസംഘടിതമായി ഈ കശുവണ്ടി മേഖല നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടിനും കേരളത്തിൽ നിന്നുള്ള കശുവണ്ടിക്കും വലിയ പരിപ്പിനും വലിയ ഡിമാൻഡാണ്. കശുവണ്ടി മേഖലയിലെ സ്വകാര്യ മേഖലയ്ക്ക് ഇപ്പോൾ കുറച്ച് നല്ല പ്രതിസന്ധി ഉണ്ടെന്ന് നമുക്കറിയാം. തൊഴിലാളികളുടെ കൂലിയും PF എല്ലാം കിട്ടണം. കശുവണ്ടിയുടെ വില, പരിപ്പിൻ്റെ വില ഒത്തു വരണം. അതുകൊണ്ട് കുറേയേറെ ആളുകൾ വ്യവസായം നിർത്തി. നിലവിൽ കുറേ കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കുക. നമുക്കൊരു ഘട്ടത്തിൽ 800ഓളം കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പം കശുവണ്ടി തൊഴിലാളികളുടെ നമ്പരും കുറയും, സാധാരണ ഈ തോട്ടണ്ടി വരുന്നതും കുറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രധാനമായിട്ട് സ്ത്രീ തൊഴിലാളികളാണ്. അവർ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്വാളിറ്റി അറിയാവുന്നവരാണ്. ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പ്രത്യേകത രാവിലെ ഫാക്ടറി വന്ന് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, സ്ത്രീകൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യാൻ തയ്യാറായി വരുന്നു എന്നുള്ളത് കശുവണ്ടി മേഖലയിലെ പ്രത്യേകതയാണ്. നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നവരാണ്. 10-100 വർഷം മുമ്പ് മുതലേ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ. മറ്റു പല സ്ഥലത്തും സ്ത്രീകൾ പുറത്തിറങ്ങാത്ത, ഒന്നിനും പോകാത്ത, ജോലിക്ക് പോകാൻ തയ്യാറാവാത്തപ്പോൾ കൊല്ലത്ത് ഈ ഒരു പാരമ്പര്യമുണ്ട്. ഇവർ വന്ന് ജോലി ചെയ്യുമ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിന് അതിൻ്റെ പ്രത്യേക വൃത്തി വേണം. ചെയ്യുന്നത് വളരെ ശുദ്ധമായി വൃത്തിയായി, ഇതിനകത്ത് പൊടിയും ഒന്നും വീഴാതെ വേണം. അത് ചെയ്യാൻ പരിചയമുള്ളവരാണ്. അപ്പോൾ അവരെ ഉപയോഗിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ കുറേ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തിട്ട് ഇപ്പം ജോലി ഇല്ലാതുള്ളതുണ്ടാവും, പരിചയമുള്ളവരുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ഫുഡ് പ്രോസസ്സിങ്ങും അനുബന്ധ വ്യവസായങ്ങളിലേക്ക് പൊക്കൂടാ. കാരണം ഈ തൊഴിൽ പരിചയമുണ്ട്. അതിന് 10 കോടി രൂപ ഇപ്രാവശ്യം ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ. അതിൻ്റെ സ്കീം ഉണ്ടാവണം. അത് പ്രൊമോട്ട് ചെയ്താൽ കശുവണ്ടി വ്യവസായ മേഖലയിൽ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഷോർട്ട് തൊഴിലിൻ്റെ പ്രശ്നം, അത് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും. അത് പൊതുമേഖലയെ അക്കാര്യം ചെയ്യാൻ പറ്റും, സ്വകാര്യ മേഖലയും ചെയ്യാൻ പറ്റും. ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്തമായ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിന് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വെച്ചത് ഞാൻ പറയുകയാണ്. ഇത് പുതിയ സ്കീമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരിടമാണ് കശുവണ്ടി മേഖല. അത് ഒത്തിരി അതിൻ്റെ ഒരുപാട് പരിധികളും ഒക്കെ ഇപ്പം നമുക്കുണ്ട്. എങ്കിൽ പോലും അതിനൊരു പുതുജീവൻ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ എല്ലാവർക്കും, അതുപോലെ നമുക്കൊരു പുതിയ കെട്ടിടം കിട്ടിയതിനും അതുപോലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്ന കുട്ടികൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസ അർപ്പിക്കുന്നു.